We are so excited. So let's go Pondicherry from Thrissur. ഇന്നൊരു റാൻഡം തേഴ്സ്ഡേ ആയിരുന്നു. ഓഫീസൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം 10 മണിക്കായിരുന്നു നമ്മുടെ ശ്രീ വാലി ട്രാവൽസിന്റെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ മണ്ണുത്തി ബൈപ്പാസിന്റെ അവിടെ നിന്ന് നമ്മൾ കയറിയത്. സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കണു. ബസ്സിൽ വാഷ്റൂം ഉണ്ടായിരുന്നില്ല, പക്ഷെ ബസ് ഇടയ്ക്ക് നിർത്തുന്നുണ്ടായിരുന്നു വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തൃശ്ശൂരിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് ഡയറക്റ്റ് ബസ് ഉള്ളതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്, ഡേ 1. അറൗണ്ട് ഒരു 6 ആയപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി എത്തി. ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ബസ് നിർത്തിയത്. നോർമലി 11 ആണ് ചെക്കിംഗ് ടൈം. ഞങ്ങൾക്ക് ലഗേജ് വെക്കാനും ഫ്രഷപ്പ് ആവാനൊക്കെ വേണ്ടി 500 കൊടുത്ത് ഏർലി ചെക്കിംഗ് എടുത്തു. സൺഡേ വരെ നമ്മളിവിടെ ഉണ്ടാവും. 3 ഡേയ്സിനുള്ള ഐഡിനറി ഒക്കെ സെറ്റാണ്, പക്ഷെ അത് ഫോളോ ചെയ്യുമെന്ന് ഇന്നറിയാം. ഞങ്ങളുടെ സ്റ്റേൻ്റെ നിയർ ബൈ ആയിരുന്നു ബ്രെഡ് ആൻഡ് ചോക്ലേറ്റ്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ 2 ഐറ്റംസിൻ്റെ നെയിം എനിക്ക് ഓർമ്മയില്ലെങ്കിലും ദീസ് 2 ആൻഡ് സിനമൺ റോൾ വാസ് സോ ഗുഡ്. ഫുഡ് മാത്രമല്ല, ഇവരുടെ ആംബിയൻസും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും സ്കൂട്ടർ ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്ലേസിലേക്കും ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. വാക്കിംഗ് ടു ദിസ് ലൊക്കേഷൻസ് വിത്ത് ദം വർ റിയലി നൈസ്. വൈറ്റ് ടൗണിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പ്ലേസിലേക്കും വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. തേഴ്സ്ഡേ ഞങ്ങൾ വർക്ക് ഫ്രം ഹോം എടുത്തു, ഫ്രൈഡേ ലീവ് എടുത്തു. സാറ്റർഡേ സൺഡേ ഓൾറെഡി ഓഫ് ആണല്ലോ. പിന്നെ മൺഡേ നമ്മൾ മോർണിംഗ് തിരിച്ചെത്തുന്നത് കൊണ്ട് മൺഡേയും വർക്ക് ഫ്രം ഹോം ആണ്. ബീച്ചിൽ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ബീച്ചിൻ്റെ നിയർ ബൈ ആയിട്ട് തന്നെയുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. ബിലോ 500-നൊക്കെ കുറേ അധികം ജെം സ്യൂട്ടും ഡ്രസ്സസൊക്കെ അവൈലബിൾ ആയിരുന്നു അവിടെ. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സോവനിയറൊക്കെ തപ്പി, പക്ഷെ കിട്ടിയില്ല. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് നമ്മൾ നടന്നിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാമാച്ചിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന് കേട്ടു. ഞങ്ങൾ ചെന്ന ടൈം നല്ല റഷ് ഉണ്ടായിരുന്നു. ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഫിഷിൻ്റെ പ്ലാറ്ററുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്നേ ഞാൻ ട്രൈ ചെയ്ത ബിരിയാണികളുടെ ഒരു ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും ആയിരുന്നില്ലെങ്കിലും ദിസ് വാസ് റിയലി ഗുഡ്. ഇത്രയും ദൂരം നടന്നു വന്നതിൻ്റെ ക്ഷീണം മൊത്തം ഞങ്ങൾ ബിരിയാണി കഴിച്ച് തീർത്തു. കാമാച്ചിയിലേക്ക് വരുന്ന വഴി ഞങ്ങൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഫേ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തു. അറൗണ്ട് ഒരു 4 ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് റിട്ടേൺ പോയി ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് 7 ഒക്കെ ആയപ്പോഴാണ് പിന്നെ ഇറങ്ങിയത്. രാവിലെ കണ്ട സ്ട്രീറ്റ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ 3 പേരും സിമിലർ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വൈകുന്നേരം വെയർ ചെയ്തത്. ആ കാണുന്ന വീടിൻ്റെ ബാൽക്കണി ഡൈനിങ് വ്യൂ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടാണ് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചാലോ എന്നുള്ള ഡബിൾ മൈൻഡ് ഞങ്ങളുടെ മാറിയത്. ഇവരുടെ ബാൽക്കണി ഡൈനിങ് ഏരിയ വാസ് റിയലി ഗുഡ്. ഞങ്ങൾ എല്ലാവരും പിസ്സ ഫാൻസ് അല്ലെങ്കിലും ഇവിടുത്തെ പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഇവിടേക്കാണ്. അപ്പം ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് പോണ്ടിച്ചേരി. ഇന്ന് ഡേ 2 ആണ്, സാറ്റർഡേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ലൊരു കഫേ നോക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സണ്ണി ഡേ ആയതുകൊണ്ട് സ്ട്രീറ്റ് മാർക്കറ്റിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു 10 to 12 മിനിറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടേക്ക് നടന്നെത്താൻ. ഈ ഒരു കഫേ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ലായിരുന്നു അകത്ത്. റിയലി ഡിഫറെൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. കണ്ടിട്ട് ഒരു വീടിനെ റിനോവേറ്റ് ചെയ്ത് ഷോപ്പിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ സെപ്പറേറ്റ് ആക്കി ചെയ്ത പോലെ ഉണ്ടായിരുന്നു. ക്രബ്സ് ആണ് ഇവരുടെ മെയിൻ. ഇത് കഴിക്കാൻ കുറേ ആൾക്കാർ പല പല ടേബിളിലുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വൈറ്റ് ടൗണിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. ഇന്നാണ് ഞങ്ങൾ ഓറോവിലിൻ്റെ ഏരിയ കവർ ചെയ്യുന്നത്. 2 വീലർ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ അതിൽ പോകുന്നതായിരിക്കും നല്ലത്. പോണ്ടിച്ചേരിയിൽ ഊബർ ഓട്ടോ ഇല്ല, പക്ഷേ ഊബർ കാർ ഉണ്ട്. ബിലോ 300-നാണ് നമുക്ക് വൈറ്റ് ടൗൺ ടു ഓറോവിൽ റേറ്റ് ആയ ഊബർ കാറിൽ. കാണുന്ന ഗോൾഡൻ ഗ്ലോബാണ് ഓറോവിലിൻ്റെ മെയിൻ അട്രാക്ഷൻ. വൈറ്റ് ടൗണിനേക്കാളും ഇവിടെ നല്ലോണം ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. ഓറോവിലിൻ്റെ ഏരിയ ഭയങ്കര വാസ്റ്റാണ്. റിലാക്സ് ചെയ്തിരിക്കാനും കഫേസും എക്സിബിഷൻസും കുറേ അധികം കുട്ടി കുട്ടി ഷോപ്സും ആക്ടിവിറ്റീസിൻ്റെ ഏരിയയും അങ്ങനെ കുറേ ഫുൾ ഏരിയ കവേർഡ് ആയിരുന്നു. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് മെയിൻലി ഫോറിനേഴ്സിനെയാണ് ഇവർ ഫോക്കസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ച് എക്സ്പെൻസീവ് പോലെയും തോന്നി, നല്ല ക്ലാസി ആയിട്ടും തോന്നി. സോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഓറോവിലിൻ്റെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ആ ഗോൾഡൻ ഗ്ലോബ് കാണാൻ വേണ്ടിയിട്ടാണ്. എൻട്രി ചെയ്യാൻ നമുക്കൊരു ഫ്രീ പാസ് ഉണ്ട്, അത് കൊണ്ടുപോകണം. ആ ഒരു ഗ്ലോബിൻ്റെ ഏരിയ എത്താൻ കുറച്ചധികം നടക്കാനുണ്ട്. നടന്ന് നമ്മൾ ശരിക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വലിയൊരു സത്യം മനസ്സിലായേ, ഇതിനെ കുറേ ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നടന്നു വന്നതെന്ന്. ഇവിടെ ഉണ്ടായിരുന്ന 1-2 സ്റ്റാഫ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രീ ബുക്കൊക്കെ ചെയ്യാൻ ഓൺലൈനിൽ പറ്റും, അങ്ങനെ മുൻകൂട്ടി ചെയ്തിട്ട് വരാണെങ്കിൽ അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാൻ പറ്റുന്നുള്ള പോലെ കേട്ടു. ബട്ട് ഐ എം നോട്ട് ഷുവർ. റിട്ടേൺ നമുക്ക് നടന്നു പോകണ്ട, ഇവിടെ നിന്ന് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ബസ് ഉണ്ടാവും. ഓറോവിലിൻ്റെ ഇൻസൈഡ് പോട്രിയുടെ ബോർഡൊക്കെ കണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എവിടെയാണ്. പിന്നെ മുന്നേ കണ്ട റീൽസിൽ എവിടെയോ ശ്രീ ഗണപതി പോട്രി ഓറോവിലിൻ്റെ നിയർ ബൈ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 4 ഒക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. അപ്പോഴാണ് മനസ്സിലായി പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കുറേ ദൂരെ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ 6:30 ഒരു സ്പെഷ്യൽ സെക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു.
4 to 6:30 എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓട്ടോയ്ക്ക് ഭയങ്കര ചാർജ് ആയതുകൊണ്ട് നിയർ ബൈ ബീച്ചിലേക്ക് ലിഫ്റ്റ് ചോദിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇവര് ബീച്ചിൽ ഡ്രോപ്പ് ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞങ്ങൾ കാറിലിരുന്നത്. ഫൈനലി ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയ പ്ലേസ് ഏതാന്ന് പോലും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരുടെ ഹെൽപ്പൊക്കെ ചോദിച്ച് അങ്ങനെ ഫണ്ണായിട്ട് ബസ്സിലാണ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോയത്. ഓൾമോസ്റ്റ് ഒരു 6:30 ആയപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ എത്തി. ഈ ചേട്ടൻ നമുക്ക് ആദ്യമേ പറഞ്ഞു തരും എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ. 300 റുപ്പീസിന്റെ സെക്ഷനാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏപ്രണൊക്കെ ഇട്ട് ക്ലേ ഒക്കെ കിട്ടി ഞങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് വീഡിയോസ് കാണുന്ന പോലെയല്ല, ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. 2-3 ടൈംസ് നമുക്കത് ചെയ്യാനൊക്കെ തരും. നമ്മൾ എന്തൊക്കെയോ കുറെ പോട്ട്സ് ഒക്കെ ഉണ്ടാക്കി. സക്സസ്ഫുള്ളി ഞങ്ങൾ ഉണ്ടാക്കിയ പോട്ട്സ് ആയിരുന്നു ഇതൊക്കെ. റിട്ടേൺ വൈറ്റ് ടൗണിലേക്ക് പോകാൻ നമ്മൾ ഊബറ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്കത്തെ ലഞ്ച് ഹെവി ആവാത്തതുകൊണ്ട് വൈകുന്നേരത്തെ ഡിന്നർ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലിരുന്നത്. ഇതിൻ്റെ അപ്സ്റ്റെയറിലിരുന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് റാൻഡംലി ഞങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ട് തപ്പുന്ന ഹാപ്പനിങ് സ്ട്രീറ്റും യെല്ലോ വാളും ഒക്കെ കണ്ടുപിടിച്ചത്. കുൽഫി ഹൗസ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പോണ്ടിച്ചേരി വ്ളോഗിൽ എന്തായാലും നമ്മൾ പോകണമെന്ന് വിചാരിച്ചൊരു പ്ലേസും കൂടിയായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത 2 ഐറ്റംസും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് റോക്ക് ബീച്ചിലേക്കാണ്. ടൈം ഏകദേശം 11:30 ആയെങ്കിലും കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. സീനെ ഫേസ് ചെയ്ത് ഇങ്ങനെ റോക്ക് ബീച്ചിലിരിക്കാൻ അടിപൊളി ഫീലായിരുന്നു. കുറേ നേരം ഇവിടെ പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് റൂമിലേക്ക് റിട്ടേൺ പോകുന്ന വഴിയിലാണ് ലൈറ്റ് ഒക്കെ വെച്ച് ഫെദറിന്റെ ഒരു ക്രൗൺ കണ്ട് 3 പേർക്കും ട്രൈ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഈ പരിപാടി തുടങ്ങിയതാണെങ്കിലും ഫൈനലി ഞങ്ങൾ 3 പേരും ഓരോന്ന് മേടിച്ചു. Day 2 അത്രേ ഉള്ളൂ. See you tomorrow. അപ്പോൾ ബൈ ബൈ പോണ്ടിച്ചേരി പറയാൻ ടൈമായി. ഇന്നാണ് Day 3 സൺഡേ. ഇന്ന് നൈറ്റ് നമ്മൾ റിട്ടേൺ സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ടു തൃശ്ശൂർ. വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് തപ്പി ഇറങ്ങിയപ്പോഴാണ് റാൻഡംലി ഇവിടുത്തെ റഷ് കണ്ട് ഞങ്ങൾ ഇവിടെ കയറിയത്. ഇത് നിയർ ബൈ തന്നെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേൻ്റെ റൈറ്റേഴ്സ് കഫേ. ഐ ഹാവ് ടു സേ ദിസ്, ഞങ്ങൾ ലാസ്റ്റ് 2 ഡേയ്സ് ട്രൈ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിനേക്കാളും ഇവിടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും നല്ല ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊക്കെയാണ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്ന ഫുഡ്. പോണ്ടിച്ചേരിയുള്ള വൈറ്റ് ടൗണിൻ്റെ സ്റ്റാർബക്സിൻ്റെ നിയർ ആയിട്ടാണ് ഈ ഒരു ഫുൾ ഏരിയ ഉള്ളത്. കുറേ നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ കുറേ ഷോപ്സും ഉണ്ട്. സോ അതും എക്സ്പ്ലോർ ചെയ്തിട്ട് ടയേർഡായപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഈ റെസ്റ്റോറൻറ്റിൽ കയറി. ഫസ്റ്റ് ഡേ കഴിച്ച ബിരിയാണിയും ഈ ബിരിയാണിയും നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാൻഗ്രൂവ് ഫോറസ്റ്റും കൂടി വിസിറ്റ് ചെയ്യാം, ആ ഭാഗം കൂടി കവർ ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. വൈറ്റ് ടൗണിൻ്റെ നിയർ ബൈ തന്നെയായിരുന്നു ഈ ഒരു ഏരിയയും വരുന്നത്. ഈ ഒരു ബോട്ട് റൈഡ് വാസ് റിയലി നൈസ്. ഈ ഒരു ബോട്ട് റൈഡിൻ്റെ എൻഡിൽ ഒരു ചെറിയ ഐലൻഡും ഈ ചർച്ചും പിന്നെ നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന ചെറിയൊരു ഏരിയയും ഉണ്ട്. മാൻഗ്രൂവ് ഫോറസ്റ്റ് കവർ ചെയ്തപ്പോൾ ലൈറ്റ് ഹൗസും കൂടി കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ലിഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. ഏജൻസി ത്രൂ അല്ല നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. മാൻഗ്രൂവ് ഫോറസ്റ്റിന് റിട്ടേൺ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇവിടെ നിന്നൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ ബക്ലാവ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് പാഴ്സൽ മേടിച്ചു. ഞങ്ങളിത് മിക്സ് ചെയ്തിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 220, 230 ആ ഒരു റേറ്റാണ് ഏകദേശം ആയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ബഡ്ജറ്റ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ ബസ്സിന് അപ്പ് ആൻഡ് ഡൗൺ 3000 അറൗണ്ട് ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള എക്സ്പെൻസ് സ്റ്റേയും ഫുഡും ട്രാവൽ എക്സ്പെൻസും ഒക്കെ ഡിപ്പെൻസ് ആണ്. പോണ്ടിച്ചേരിയിൽ കുറേ അധികം കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലായിടത്തും ഓൾമോസ്റ്റ് അടിപൊളി ഫുഡും കിട്ടും. അപ്പോൾ മേക്ക് ഷുവർ യു ക്യാൻ റിയലി കൺട്രോൾ യുവർ ക്രേവിങ്സ്. ശ്രീ വാലി ട്രാവൽസിൽ തന്നെയാണ് നമ്മൾ റിട്ടേണും പോയിട്ടുണ്ടായിരുന്നത്. മൺഡേ 5:36 ഒക്കെ ആയപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇനി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി.